നമ്മുടെ ഇരിഞ്ഞാലക്കുട രൂപതയുടെ 110 പള്ളികളിൽ നടത്തുന്ന കയ്യെഴുത്ത് മാസിക 3 സോണുകളിലായിട്ട്, മാള, ഇരിഞ്ഞാലക്കുട, ചാലക്കുടി 3 സോണുകളിലായിട്ടാണ് ഇത് നടക്കുക. ഷരൺ സച്ച എന്ത് പറയുന്നു നമ്മുടെ ഈ കയ്യെഴുത്ത് മാസിക മത്സരത്തെ കുറിച്ച്? 2 വാക്ക്. പിള്ളേരെല്ലാവരും നല്ല തിക്കും തിരക്കും ബഹളവും ക്രിസ്മസിന്റെ ഒരുക്കം പരീക്ഷാ തിരക്കുകളൊക്കെയാണ്. പക്ഷെ എങ്കിൽ തന്നെയും അവർക്ക് ലഭ്യമായിട്ടുള്ള കഴിവുകൾ വിനിയോഗിക്കാനുള്ള സമയം ഇന്നടക്കം നമുക്ക് പ്രതിസന്ധി കടന്നു വന്നു. സ്കൂൾ ഉണ്ടായിരിക്കും, മാറ്റണോ മാറ്റണ്ടേ എന്നൊക്കെ. പക്ഷെ കുട്ടികളെ ഇച്ഛാശക്തി പൂർണ്ണമായിട്ട് അത് കൈക്കൊണ്ടുകൊണ്ട് തന്നെ മത്സരം എന്തായാലും നടത്തണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി വന്നിരിക്കുകയാണ്. ഈശോയെ കൊടുക്കുക, കാണുക, അനുഭവിക്കുക എന്നത് തന്നെയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. അത്രയും അതിലേക്കുള്ള ഇവരുടെ ഈ ഒരു ആഗ്രഹത്തെ നമുക്ക് ഈ പുൽക്കൂട്ടിലേക്കുള്ള നല്ലൊരു ഒരുക്കമായിട്ട് കൂടി ചേർത്ത് വെക്കാം. ഇരിഞ്ഞാലക്കുട രൂപതയുടെ കയ്യെഴുത്ത് മാസിക മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തു ദർശനം പ്രാർത്ഥനാ ജീവിതത്തിലൂടെ എന്ന വിഷയത്തെ ആധാരമാക്കിയാണ് +2 വരെയുള്ള മതബോധന വിദ്യാർത്ഥികൾ കയ്യെഴുത്ത് മാസിക റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 110 യൂണിറ്റുകളിൽ നിന്നായിട്ട് ഈ കയ്യെഴുത്ത് മാസിക മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഒത്തിരി പ്രയോജനപ്രദമാണ്. ഒത്തിരി സന്തോഷത്തോടും ആവേശത്തോടു കൂടിയാണ് നമ്മുടെ കുട്ടികൾ നിങ്ങൾക്ക് കാണാം ഇവിടെ പങ്കെടുക്കുന്നത്. എന്താ നല്ല താല്പര്യത്തോടു കൂടിയാണോ? നല്ല ഇൻട്രസ്റ്റിലൂടെ ചിരിച്ചിരുന്ന് ചെയ്യണ്ടല്ലോ. കഴിഞ്ഞ കൊല്ലം ഞാൻ കയ്യെഴുത്ത് മാസികയ്ക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ആഗ്രഹത്തോടു കൂടി ഇപ്രാവശ്യവും പങ്കെടുക്കാമെന്ന് തീരുമാനിച്ചു. സമ്മാനം കിട്ടിയില്ല എന്നുള്ളതല്ല, പക്ഷെ ദൈവം തന്ന കഴിവ് ഇവിടെ പ്രകടിപ്പിക്കാൻ സാധിച്ചു എന്നതിലാണ്. കുട്ടികളെല്ലാവരും തന്നെ നല്ല സഹകരണത്തോടു കൂടി നല്ലൊരു ഗ്രൂപ്പ് വർക്കായിട്ട് നല്ല ഭംഗിയായിട്ട് നന്നായി സഹകരിച്ച് നന്നായി ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു മത്സരം. നന്നായിട്ടൊക്കെ ചെയ്തോ? നന്നായിട്ട് ചെയ്തു. ടൈമൊക്കെ കറക്റ്റ് ആയിരുന്നോ? ടൈം അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ പരിപാടി എങ്ങനെയായിട്ട് ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നു. മാക്സിമം എല്ലാവരും ചെയ്യാൻ പറ്റി. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ടൈം ഒക്കെ ഉണ്ടായിരുന്നോ? ചെയ്യാനായിട്ട് കറക്റ്റ് നിങ്ങൾ ഉദ്ദേശിച്ച പോലെയൊക്കെ ചെയ്യാൻ പറ്റിയ? കുഴപ്പമില്ല, നല്ലതായിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയുണ്ടായിരുന്നു പിള്ളേരെ കൊണ്ടുവന്നുള്ള എക്സ്പീരിയൻസ്? നല്ലതല്ലേ, കുട്ടികൾ വളരുന്നതും കാണുന്നതും ചെയ്യുമ്പോൾ നല്ല സന്തോഷമുണ്ട്. പിന്നെ നിങ്ങൾ സിസ്റ്റർ വിചാരിച്ച പോലെ പിള്ളേരെ ഒരുക്കാൻ പറ്റിയോ? ഞങ്ങൾക്ക് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് പിള്ളേരെ അത്ര ഒരുക്കാനൊന്നും പറ്റിയില്ല. എന്നാലും കുഞ്ഞുങ്ങൾ അവരാവുന്ന രീതിയിൽ ഒരുങ്ങിയിട്ടുണ്ട്. എല്ലാം നല്ല ആഘോഷമായിട്ട് നല്ല സന്തോഷത്തോടെ ഇത്രയും ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായി ഞാൻ കണ്ടു. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഇന്ന് പിള്ളേരെ കൊണ്ടുവന്നുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായി? നന്നായിട്ടുണ്ട്. എല്ലാം വെൽ അറേഞ്ച്ഡ് ആണ്. നമ്മൾ വന്നപ്പോഴേക്കും രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ഇന്നെല്ലാം കറക്റ്റ് 1:30 തന്നെ സ്റ്റാർട്ട് ചെയ്തു.